സോ ഹായ് ഓളപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി തമിഴിൽ കണ്ടു കാണുമല്ലോ. സ്ത്രീകൾക്ക് അഥവാ ഗേൾസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 സാധനങ്ങൾ, അതായത് അവരുടെ ബാഗിൽ കരുതേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 സാധനങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ബോയ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ എല്ലാം വിട്ടുപോയിക്കോ, ചുമ്മാ പറഞ്ഞ കേട്ടോ. നിങ്ങൾക്ക് അമ്മമാരും ചേച്ചിമാരൊക്കെ ഉള്ളവരല്ലേ, അപ്പം നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചേച്ചിമാർക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും ഇതിൽ ഞാൻ പറയുന്നതിൽ ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അവർക്കും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ വെറുതെ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു ലൈക്ക് അടിക്കാൻ എല്ലാവരും മറക്കാതിരിക്കുക വീഡിയോയ്ക്ക്. അപ്പൊ എന്താണെങ്കിലും ഗേൾസിന്റെ ബാഗിൽ കരുതേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാമത്തെ സാധനം എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തെ സാധനം മറ്റൊന്നുമല്ല, വീഡിയോ കാണുന്ന എന്റെ അമ്മമാർക്കും എന്റെ പെങ്ങന്മാർക്കും എല്ലാം UTI പോലത്തെ ഇൻഫെക്ഷനുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഈ അടുത്താണ് മാർക്കറ്റിലേക്ക് ഈ ഒരു സാധനം വന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഫണലാണ്. അതായത് എല്ലാവർക്കും നമ്മുടെ കേരളത്തിന്റെ ഒരു സിറ്റുവേഷൻ അറിയാം. ഇപ്പം ഒന്ന് ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് ടോയ്ലറ്റിൽ പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദയനീയകരമാണ്. കേരളം ഒത്തിരി വികസിച്ചെങ്കിലും ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. റെസ്റ്റോറന്റുകളിൽ, റെയിൽവേ സ്റ്റേഷനിൽ ഒക്കെ. ഇനിയിപ്പോൾ കേരളത്തിന്റെ പുറത്താണെങ്കിൽ അതിലും കഷ്ടമാണ്. സോ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ബാഗിൽ ഈ പറയുന്ന പി ഫണൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിന്നുകൊണ്ട് യൂറിനേറ്റ് ചെയ്യാം. അതായത് ആണുങ്ങൾ യൂറിൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കും നിന്നുകൊണ്ട് യൂറിൻ പാസ് ചെയ്യാം. ഈ വീഡിയോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിലേക്ക് ഒത്തിരി അനുഭവങ്ങൾ ഓടി വന്നിട്ടുണ്ടാവും. കാരണം ടോയ്ലറ്റിന്റെ ദയനീയാവസ്ഥ കൊണ്ട് ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോയിട്ട് തിരിച്ച് ഇറങ്ങിപ്പോരുന്ന അവസ്ഥ, അതായത് വേണ്ട പിന്നെ എപ്പോഴെങ്കിലും പോവാന്ന് അങ്ങനെ പോയിട്ടുള്ള അവസ്ഥ എനിക്ക് പേഴ്സണലി അറിയാം. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഫാമിലി തന്നെ നമുക്ക് പല പെട്രോൾ പമ്പിലൊക്കെ പോയിട്ട് നമ്മളൊന്ന് അമ്മമാർക്കൊക്കെ ആണെങ്കിലും അവർക്ക് പെട്ടെന്നൊന്ന് യൂറിൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും ടോയ്ലറ്റ് ദയനീയ അവസ്ഥയിലായതുകൊണ്ട് തന്നെ അവർ തിരിച്ചു പോരും. സോ ഈ ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു പാക്കിൽ തന്നെ നിങ്ങൾക്ക് 20 മുതൽ 25 വരെ ഈ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഫണലുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോ കാണുന്ന എന്റെ പെങ്ങന്മാരോട് എല്ലാവരോടും ഞാൻ പറയാണ്, പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സാധനം മസ്റ്റ് ആയിട്ടും മേടിച്ചു വെച്ചോ. ഇതിന്റെ തന്നെ ഡിസ്പോസിബിൾ അല്ലാത്ത റീയൂസബിൾ ആയിട്ടുള്ളതും അവൈലബിൾ ആണ്. നിങ്ങൾ ഇത് ഭയങ്കര വലിപ്പമൊന്നും ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ കൊച്ചു ബാഗിലും കൊണ്ടുപോകാൻ പറ്റുന്ന അത്ര ഒരു ചെറിയ വലിപ്പം ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ വീഡിയോയിൽ തന്നെ ഇതിനെപ്പറ്റി കാട്ടിയൊക്കെ തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം വലിപ്പമുള്ള അല്ലെങ്കിൽ എന്താണ് ഐറ്റം എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്താണെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന ഓരോ പ്രൊഡക്ട്സും നല്ലത് നോക്കിയിട്ട് നല്ല സെല്ലറിനെ കിട്ടുവാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിടും. ഇനിയിപ്പോൾ ടാഗ് ചെയ്തിട്ടില്ല ഞാനെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നൈക്ക, മിന്ത്രയിൽ ഉണ്ടോന്ന് അറിയില്ല, നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. സോ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ പോയി മേടിച്ചോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഒന്നാമത്തെ ഈ ഒരു സാധനം ഞാൻ ഇത് ഒന്നാമത്തെ പറയാനുള്ള കാരണം സ്കിപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പ് ഇത്രയും നല്ലൊരു ഇന്നോവേഷൻ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഈ പി ഫണ്ടിൽ പോലെ തന്നെ നിങ്ങൾക്ക് കൂടെ വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണ് ടോയ്ലറ്റ് സീറ്റ് കവേഴ്സ്. ഈ ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്നത് എനിക്ക് തോന്നുന്നു റെയിൽവേയിലാണ്. നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ ഈ ഒരു സാധനം ബാഗിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ചില സമയത്ത് ഇപ്പൊക്കെ റെയിൽവേസ് ഒക്കെ കുറെ മെച്ചപ്പെട്ടു എങ്കിലും ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് യൂസ് ചെയ്ത ബാത്റൂമാണ്. സോ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും. സോ ഇങ്ങനെ ഒരു ടോയ്ലറ്റ് സീറ്റ് കവർ അല്ലെങ്കിൽ ഈ പറയുന്ന ഫണൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് UTI പോലത്തെ അസുഖങ്ങളൊന്നും വരാതെ നോക്കാം. അതേപോലെ നിങ്ങളുടെ ഭയങ്കരമായിട്ട് ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഒക്കെ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാം. സോ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പെപ്പർ സ്പ്രേ ആണ്. കേരളം എങ്ങനെയൊക്കെ സേഫ് ആണെന്ന് പറഞ്ഞാലും ഒരാഴ്ച നിങ്ങളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് പത്രം എടുത്ത് വായിച്ചു നോക്ക്. കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ തന്നെ അന്തം വിട്ടുപോകും. സോ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെപ്പർ സ്പ്രേ എന്ന് പറയുന്നതൊന്നും വലിയ പൈസേന്റെ സാധനമൊന്നുമല്ല. അതേപോലെ ഭയങ്കര നിങ്ങളുടെ ബാഗിൽ ഭയങ്കര സ്പേസ് കൊണ്ടുപോകുന്ന സാധനമല്ല. ചെറിയൊരു ഹാൻഡ് ഫ്രണ്ട്ലി ഇത്ര ഉള്ളൂ സാധനം, ഇത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു സാധനം നിങ്ങളുടെ ബാഗിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിന് ഭയങ്കരമായിട്ടുള്ള ത്രെട്ട്, അതായത് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തോന്നുന്ന ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ എടുത്ത് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. ഓവറായിട്ട് അടിക്കുകയൊന്നും ചെയ്യരുത്. അതായത് ജസ്റ്റ് ഒരു അടി തന്നെ ധാരാളമാണ് ഒരാൾ വീണു പോകാൻ. അവൻ പിന്നെ ഒരു അരമണിക്കൂർ എന്താണെങ്കിലും കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ എന്നാണ് അറിയുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ഓവറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ തട്ടിപ്പോകാൻ വരെ ചാൻസ് ഉണ്ട്. എങ്ങനെയാണെങ്കിലും ഇത് ഒരു സെൽഫ് ഡിഫൻസ്, നമ്മുടെ അത്രയും എക്സ്ട്രീം സിറ്റുവേഷനിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരു ചെറിയൊരു സിറ്റുവേഷനിൽ ആരെങ്കിലും തോണ്ടി മാന്തി എന്നും പറഞ്ഞിട്ടൊന്നും പെപ്പർ സ്പ്രേ എടുത്ത് അടിച്ചേക്കരുത്. നമ്മുടെ ലൈഫിന് ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ. ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു വീഡിയോ കണ്ടു. നമ്മുടെ ഊബറിൽ ഒരു പെങ്കൊച്ച് മലയാളി ബാംഗ്ലൂരിലാണ്. പുള്ളിക്കാരൻ ഏതാണ്ട് ഈ കൊച്ചിനെ തല്ലൂന്ന് ഉള്ള രീതിയിലൊക്കെയാണ് വന്നത്. നമ്മുടെ ലൈഫിനൊരു ത്രെട്ട് വരുന്ന
ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എടുത്തടിച്ചോളുക. സോ ഇന്നോട്ട് ഒരു പെപ്പർ സ്പ്രേ വെറുതെ മേടിച്ച് വെച്ചോ, എന്തെങ്കിലും ആവശ്യം വരാതിരിക്കട്ടെ, എന്തെങ്കിലും ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വെറും 100 150 രൂപേന്റെ ആ ഒരു സാധനമായിരിക്കും നിങ്ങളെ രക്ഷിക്കുന്നത്. സോ പറ്റുവാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇന്ന് തന്നെ ഞാൻ ജസ്റ്റ് ടാഗ് ചെയ്തിടാം ഏതെങ്കിലും ഒരു പെപ്പർ സ്പ്രേ, അല്ലെങ്കിൽ നിങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ഒരു പെപ്പർ സ്പ്രേ മേടിച്ച് ബാഗിൽ വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ബാഗിൽ കരുതാവുന്ന ഒരു സാധനമാണ് പാന്റി ലൈനേഴ്സ്. വെജൈനൽ ഡിസ്ചാർജിനെ പറ്റി ഞാൻ കൂടുതൽ ഗേൾസിന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനെ പറ്റി ഞാൻ പറയുന്നതിന്റെ ഒരു ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് അത് അറിയാം. സോ ഈ ഒരു പാന്റി ലൈനേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഒത്തിരി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട് ഈ വെജൈനൽ ഡിസ്ചാർജിന്റെ സമയത്തൊക്കെ. അപ്പം ആ ഒരു നേരത്ത് ഈ ഒരു സാധനം നിങ്ങളുടെ ബാഗിലുണ്ടെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ എന്താണെങ്കിലും ആ ഒരു പാന്റി ലൈനേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റിൽ പെടുന്ന ഒരു സാധനമാണ്. നമുക്ക് എന്താണെങ്കിലും നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ഏതാണെന്ന് നോക്കി നോക്കാം. സോ നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് വൈപ്സ് ആണ്. ഇത് ബോയ്സിനും ഗേൾസിനും ശരിക്കും ഒരേപോലെ യൂസ്ഫുൾ ആണ്. ഇപ്പൊ കേരളത്തിന് വെച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ KSRTC ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ വിൻഡോ സീറ്റിലൊക്കെ ഇരിക്കുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. KSRTCന്റെ ഒക്കെ സത്യം പറഞ്ഞ ആ ജനലിന്റെ ഭാഗത്തൊന്നും തൊടാൻ അറക്കി ഇപ്പം എന്തൊക്കെ മുറുക്കി തുപ്പിയതാണോ, ഒരു നമ്മൾ KSRTCയിൽ പോയി ഇറങ്ങുന്ന അവസ്ഥ നിങ്ങൾക്കറിയായിരിക്കും. നമ്മുടെ കയ്യിലൊക്കെ മൊത്തം ഇങ്ങനെ കറുത്ത ഒരു ചെളിയൊക്കെ ആയിട്ടായിരിക്കും. നമ്മളെല്ലാവരും കേരളത്തിൽ ജീവിക്കുന്നവരാണ് ആ ഒരു അവസ്ഥ ഫേസ് ചെയ്തിട്ടുണ്ടാവും. സോ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ ഇപ്പൊ ട്രെയിനിൽ പോകുമ്പോൾ നമ്മുടെ ബംഗാളി ചേട്ടന്മാരുടെ കലാവിരുതുകളാണെന്ന് തോന്നുന്നു. പല ട്രെയിനിലും നോക്കി കഴിഞ്ഞാൽ ഫുള്ള് മറ്റേ മാവയോ എന്തൊക്കെയോ ചവച്ച് തുപ്പിയിട്ടേക്കുവാണ്. ഈ വിൻഡോ സൈഡിൽ നമ്മൾ കൈ വെച്ച് എടുക്കുമ്പോൾ നമ്മുടെ കൈ ഒരുമാതിരി കറുത്ത സിറ്റുവേഷനിലാവുന്നുണ്ട്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ അതേപോലത്തെ സർഫേസുകളിലൊക്കെ കൈയൊക്കെ പോയി തൊട്ട് മൊത്തം ഇതേപോലെ കൈയൊക്കെ അഴുക്കായിട്ട് നമുക്കൊന്ന് കഴുകാൻ വെള്ളമൊന്നുമില്ല, സാഹചര്യവശാലും നമുക്ക് കൈ കഴുകാൻ വെള്ളമൊന്നുമില്ല, ബസ്സിൽ നിന്നാണ് നമ്മളിപ്പം മുഖത്തൊക്കെ ഒന്ന് തുടർന്ന് വിചാരിച്ചാൽ തന്നെ കൈയൊക്കെ അഴുക്കായിരിക്കുവാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ വെറ്റ് വൈപ്സ് കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ഗേൾസിന് മെൻസ്ട്രൽ ഹൈജീനിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ ഒരു സാധനം ബാഗിലുണ്ടെങ്കിൽ എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എന്താണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഞ്ചാമത്തെ സാധനം ഏതാണെന്ന് നോക്കാം. അഞ്ചാമത്തെ സാധനം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ബാഗിൽ എപ്പോഴും കരുതേണ്ട ഒരു സാധനമാണ് സാനിറ്ററി പാഡ്സ്. സോ എന്താണെങ്കിലും സാനിറ്ററി പാഡ്സിനെ പറ്റി ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാം അറിയാം. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 കാര്യങ്ങൾ, ഇത് ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി യൂസ്ഫുൾ, ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഈ 5 എണ്ണം പറഞ്ഞത്. ഈ 5 എണ്ണം പറ്റുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാഗിൽ എപ്പോഴും ഉൾപ്പെടുത്താൻ നോക്കുക. ഇനി എന്താണെങ്കിലും പറയാൻ പോകുന്ന ബാക്കി 5 സാധനങ്ങൾ, നമ്മൾ 10 സാധനങ്ങളാണല്ലോ പറഞ്ഞത്, ബാക്കി 5 സാധനങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷേങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കുക ഇതിൽ ഏത് വേണം വേണ്ട എന്നുള്ളത്. അപ്പൊ 6ാമത്തെ സാധനം എന്ന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഗേൾസിന്റെ ബാഗിൽ എപ്പോഴും കരുതേണ്ട ഒരു സാധനം പവർ ബാങ്ക് ആണ്. ബിക്കോസ് ഒരു എക്സാമ്പിൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, നമ്മുടെ ഊബർ ആ ഡ്രൈവറിന്റെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായ ആ കുട്ടീനെ പറ്റി. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന്റെ കാരണം എന്താ, ആ ഫോണ് പുള്ളിക്കാരിന്റെ കയ്യിൽ ഓൺ ആയിട്ടുള്ളതുകൊണ്ടാണ്. പല സിറ്റുവേഷൻസിലും എൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഫോൺ ഓഫായി പോകുന്ന സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന, എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ ഉണ്ടാവുന്നതെങ്കിൽ ഡെഡ് ഫോൺ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ തന്നെയാണ് ഈ ഒരു സൊസൈറ്റിയിൽ. സോ ഗേൾസ്, എനിക്ക് തോന്നിയത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു പവർ ബാങ്ക് നിങ്ങളുടെ ബാഗിൽ കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മളൊരു ഭൂരിഭാഗം പേരും കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു ഊബറിന്റെ സിറ്റുവേഷനൊക്കെ ഇപ്പൊ ഒരു ഫോൺ ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ആ കുട്ടീന്റെ ഒരു അവസ്ഥ. ആരും ഒന്നും അറിയത്തില്ല, എന്തെങ്കിലും ഒരു സഹായത്തിന് ആരെങ്കിലും വിളിക്കണമെങ്കിൽ വരെ നമുക്ക് ഒരു നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. സോ എന്താണെങ്കിലും ഒരു പവർ ബാങ്ക് കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനി 7ാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗേൾസിന്റെ എല്ലാവരും കയ്യിലും ഉണ്ടാവും, ഒന്നുമല്ല, കോമ്പാക്ട് മിറർ ആൻഡ് ഒരു കോമ്പാക്ട് ഹെയർ ബ്രഷ് ആണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പെങ്ങന്മാരുടെ അടുത്തുനിന്ന് മനസ്സിലാക്കിയതാണ്. അതായത് എനിക്ക് സ്വന്തമായിട്ട് ഒരു ചേച്ചിയും 2 കസിൻസും ആണുള്ളത്. ഇവരുടെ കൂടെ തന്നെയാണ് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് മൊത്തം പോയത്. അപ്പം ആ ഒരു ടൈമിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കല്യാണത്തിന് ഇപ്പോൾ ബൈക്കിലൊക്കെയാണ്, അല്ലെങ്കിൽ ഒന്ന് കാറ്റടിക്കുന്ന രീതിയിലാണ് നമ്മൾ ട്രാവൽ ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ശരിക്കും ഒരു ഫംഗ്ഷനിലാണ് പോകുന്നതെങ്കിൽ കൂടിയും ഞാൻ ബോധവടാവാറില്ല. അതായത് മുടി എങ്ങനെയാണ് കിടക്കുന്നത്, അവിടെ ഇപ്പം നമ്മളൊന്ന് കാറ്റൊക്കെ അടിച്ച് ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്ത് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് കാറ്റടിക്കുമല്ലോ. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഞാൻ ബോധവടാവാറേ ഇല്ലായിരുന്നു ഒരു ടൈമിൽ. അപ്പോൾ എൻ്റെ പെങ്ങന്മാരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലൊന്നും മുഖം നോക്കാനൊന്നും ഒരു കണ്ണാടിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവരിങ്ങനെ നമ്മളോട് ചോദിക്കും, എടാ ഞാൻ ഓക്കെ ആണോ, ഞാൻ സെറ്റല്ലേ, മുടിയൊക്കെ സെറ്റല്ലേ, ഇങ്ങനെ ചോദിക്കും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റ് അല്ലാന്നെങ്ങാനും പറഞ്ഞ പിന്നെ അന്നത്തെ ദിവസം അവരുടെ ഡള്ളായിട്ടുള്ള മോന്ത ഞാൻ കാണേണ്ടി വരും. സത്യമായിട്ടും ഇവരെ സംബന്ധിച്ച് ഇത് ഭയങ്കര കോൺഫിഡൻസ് എന്തോ, അത് ഞാൻ മനസ്സിലാക്കിയ കാര്യം കേട്ടോ. ഞാൻ എൻ്റെ പെങ്ങന്മാരുടെ ഒരു സിറ്റുവേഷൻ ആണ് പറയുന്നത്. അവരെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ഞാൻ തോന്നി. എനിക്ക് തോന്നുന്നു ഒരു 80% ഗേൾസും അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ കോൺഫിഡൻസ്
കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അവരുടെ ലുക്സ് എങ്ങനെയാണെന്ന് മനസ്സിലൊന്ന് കണ്ടുറപ്പിക്കുക എന്നുള്ളത്. അപ്പൊ എപ്പോഴും ഒരു കോമ്പാക്ട് മിനി മിറർ നിങ്ങളുടെ ബാഗിൽ ഉണ്ടെങ്കിൽ എടുത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാവുന്നതാണ്. കോൺഫിഡൻസ് പോകും എന്ന് തോന്നുന്നവര് ഒരു കോമ്പാക്ട് മിററും ഒരു ചെറിയ ചീപ്പും നിങ്ങളുടെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ എട്ടാമത്തെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതും നിങ്ങളുടെ കോൺഫിഡൻസുമായിട്ട് ബന്ധിച്ചിരിക്കുന്ന അഥവാ നിങ്ങൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എത്ര നല്ല ഔട്ട്ഫിറ്റ് ഒക്കെ ആയാലും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഔട്ട്ഫിറ്റിന്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന വേറെ ഒരു സാധനമുണ്ട്, നിങ്ങളുടെ സ്മെല്ല്. ഞാൻ ഒരു എക്സാമ്പിൾ വേറെ ഒരെണ്ണം പറയാം. ഞാൻ കുറെ എക്സാമ്പിൾസ് പറയാതെ നോക്കണ്ട. നമ്മുടെ ഒരു ജിമ്മില് ഒരു ലേഡി, പുള്ളിക്കാരി അങ്ങോട്ട് ജിമ്മിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ സത്യം പറയാലോ ഗൈസ്, പുള്ളിക്കാരി വന്നു എന്നുള്ളത് മനസ്സിലാവും. ഭയങ്കര നല്ല സ്മെല്ലാണ് അത്. ഈ ഗേൾസിനെ സംബന്ധിച്ച് ഞാൻ ഒരു ബോയ് ആയതുകൊണ്ട് എല്ലാം പറഞ്ഞുതരാം. നിങ്ങളുടെ ഔട്ട്ഫിറ്റിലേക്ക് ഞങ്ങൾ വലിയ രീതിക്ക് നോക്കിയിട്ടില്ലെങ്കിലും സത്യം പറയാലോ, നിങ്ങൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര നല്ല, ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനെ തന്നെ കുറച്ച് പേരുണ്ട്, നമ്മുടെ ഒരു പെൺകുട്ടി സ്പെസിഫിക് ആയിട്ടുണ്ട്, അവള് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഭയങ്കര സ്മെല്ലാണ് അവളെ, നല്ലൊരു സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സ്മെല്ലാണ്. അവളെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു സ്മെല്ലായതുകൊണ്ട് നമുക്ക് അവളെ എന്താ പറയുക, അവളുടെ ഒരു ഓറ ഇങ്ങനെ പ്ലസ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. അവളുടെ ഔട്ട്ഫിറ്റിൽ ഒരു 50% ഒക്കെ കൊടുത്തിട്ടുള്ളെങ്കിലും സ്മെൽ മാറ്റേഴ്സ് ഗൈസ്. മസ്റ്റ് ആയിട്ടും ഗേൾസ് നിങ്ങൾ ഈ ഒരു കാര്യം മറക്കാതിരിക്കുക. സോ ഒരു മിനി പെർഫ്യൂം നിങ്ങളുടെ കയ്യിൽ വെച്ചോ, ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുവാണെന്ന് നിങ്ങൾ ലൈക്ക് ഒരു ഫംഗ്ഷനിലേക്കോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ ഇറങ്ങുവാണ്, നിങ്ങൾ നല്ല അടിപൊളി പെർഫ്യൂം ഒക്കെ അടിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും അവിടെ സ്റ്റാർ ഓഫ് ദി ഇവന്റ്. അത് അങ്ങനെയാണ്, സ്മെൽ മാറ്റേഴ്സ്. നെക്സ്റ്റ് 9ാമത്തെ നിങ്ങളുടെ ബാഗിൽ കരുതേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SPF ആണ്, അതായത് സൺസ്ക്രീൻ. മസ്റ്റായിട്ടും സൺസ്ക്രീൻ ബാഗിൽ കരുതുക. ബിക്കോസ് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എവിടെ ജീവിക്കുന്നവരാണെങ്കിലും വെയിലിന്റെ ശക്തി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പൊ ഒക്കെ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ വയനാട്ടുകാരനാണ്, പക്ഷേങ്കിൽ വയനാട് ആ പഴയ വയനാടൊക്കെ പോയിട്ട് കുറച്ച് കാലങ്ങളായി. എന്ന് വെച്ചാൽ ഞങ്ങളാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള പഴയ ആ ഒരു കോടയൊക്കെ കണ്ടിട്ട് കുറെ നാളായി. അതേപോലെ തന്നെ ഒരു 10-10:30 ആകുമ്പോഴത്തേനും നല്ല വെയിലായി തുടങ്ങി. ഇപ്പൊ വയനാട്ടിലാണെങ്കിലും അതിപ്പോ കേരളത്തിലെ താഴേക്ക് കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വെയിലാണ്. അപ്പൊ എന്താണെങ്കിലും വെയിലിന്റെ കാഠിന്യത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നില്ല. സൺസ്ക്രീൻ നിങ്ങളുടെ ബാഗിൽ വെച്ചോ, നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അത് എപ്പോഴും ഒരു 2 മണിക്കൂർ കൂടുന്ന ഇടവേളകളിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ബാഗിൽ കരുതാവുന്ന 10ാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഈ സൺസ്ക്രീനിന്റെ കൂടെ തന്നെ നിങ്ങൾ സൺസ്ക്രീനെ ഒക്കെ കാട്ടും യൂസ്ഫുൾ ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഒരു മിനി കുഞ്ഞു കുട. അപ്പൊ അങ്ങനത്തെ ഒരു കുട നിങ്ങളുടെ ബാഗിൽ കരുതുന്നത് എപ്പോഴും നല്ലതാണ്. ബിക്കോസ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ വെയിലിനെയൊക്കെ തടുക്കാൻ സൺസ്ക്രീനിന് ഒരു ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട്. സോ എപ്പോഴും മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ഇങ്ങനെ ഒരു മുതൽ നിങ്ങളുടെ ബാഗിൽ കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ എന്താണെങ്കിലും അത്രേ ഉള്ളൂ. വീഡിയോ ഇവിടെ വരെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.